സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പുതിയൊരു കസ്റ്റം ബിൽഡ് ഫോർമേഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഫോർമേഷൻ റിവ്യൂ വീഡിയോക്ക് വേണ്ടി നമ്മളൊരു ടെസ്റ്റ് ഗെയിം പ്ലേ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒപ്പോണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ സ്ക്വാഡ്. 4-2-1-3 ഫോർമേഷനാണ്. ജസ്റ്റ് ഒന്നുമില്ല, ഇതിലിപ്പോൾ ലെഫ്റ്റ് വിങ് ഫോർവേഡ് ഇല്ല. അതപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ആ ലെഫ്റ്റ് വിങ് ഫോറിന് എടുത്ത് നമ്മളൊരു DMF ആക്കി, CMF ആക്കി. അപ്പോൾ അത് മാത്രമാണ് വ്യത്യാസം. പിന്നെ ഔട്ട് വൈഡ് തന്നെയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് കൗണ്ടർ കളിപ്പിക്കാം. ബട്ട് ഈ ഫോർമേഷന് ഔട്ട് വൈഡ് ആണ് ഒന്നും പാടെ ബെറ്റർ. അപ്പോൾ നമ്മൾ പ്ലേയേഴ്സിനെ കറക്കിയിട്ടുണ്ട്. ഒപ്പോണ്ട് സീന ടീമാണ്. 3230 ഉണ്ട്. ഇതിന് കിട്ടിയ ടീമാണ്. ഇതിൽ ആരല്ലാത്ത മെസ്സി ഉണ്ട്, അത് 105, എംബാപ്പ ഉണ്ട് 106, സുനിൽ ഛേത്രി, സമാധാനം 3 ബാക്കാണ്. ബട്ട് എന്നാലും ഈ അത്യാവശ്യം നല്ല ഹയസ്റ്റ് സ്ട്രെങ്ത് ഉള്ള ടീം വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു സ്ട്രെങ്ത് കമ്മി അല്ലെങ്കിൽ എപ്പിക് അല്ലാത്ത പ്ലേയേഴ്സൊക്കെ വരികയാണെങ്കിൽ നല്ല കളിക്കാൻ നല്ല പാടാണ്. ഒന്നാമത് എപ്പിക്കുള്ള പ്ലേയേഴ്സിന് ഒന്നും കൂടെ പവർ കൂടും, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉദാഹരണം, ഞാനിപ്പോൾ അവരായിട്ട് കളിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല മീൻസ് അവൻ എങ്ങനെ ത്രൂ കൊടുത്താലും പെട്ടെന്ന് അവർ ഓടിയെടുക്കും. അതേമാതിരി ബോക്സിനൊക്കെ പുറത്തുനിന്ന് ഒന്നാമത് പ്ലേയേഴ്സിൻ്റെ പവറാണ്. ബോക്സിൻ്റെ പുറത്തുനിന്നൊക്കെ ലോങ് റേഞ്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90 എബോ ഗോളാൻ ചാൻസ് ഉണ്ട്. നമ്മളെന്തായാലും ഈ ഫോർമേഷൻ നമ്മളെ ടീം ഇപ്പോൾ അതാണ്. എപ്പിക്ക് അങ്ങനെ നടിക്കലില്ല, എന്താ അറിയില്ല. അപ്പോൾ എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കളിച്ച് നോക്കാം. മിക്കവാറും തോക്കാനാണ് സാധ്യത, ബട്ട് എന്നാലും നമ്മൾ പരമാവധി നോക്കി വെക്കും. ഒപ്പോണാണ് ടച്ച് വരുന്നത്. നമുക്ക് എന്തായാലും മെല്ലെ കളിക്കാം. പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നല്ലോണം ഗോൾ നമുക്ക് വീഴും. മെല്ലെ കളിച്ചാൽ മതി, ടൈമുണ്ടല്ലോ. മാത്യൂസ്, മർഡോണ നോക്കിയിട്ടാണ് കളിക്കണേ. ഗൈസ് ഓൾമോസ്റ്റ് ഒരു 1 വീക്കായി പെസ്സൊക്കെ കളിച്ചിട്ട്, ഈ ഫുട്ബോളൊക്കെ കളിച്ചിട്ട്. അത് പറഞ്ഞല്ലേ, നല്ല രീതിക്ക് മീൻസ് അത്യാവശ്യം നല്ല കളിക്കാൻ അറിയുന്ന പ്ലെയർ ആട്ടോ. അതുകൊണ്ട് നമ്മൾ മീൻസ് ആ ടേണിങ്ങും കാണുമ്പോൾ തന്നെ അറിയാം. അടിച്ച ഗോളാ. ഓക്കെ, സേവ് ആക്കിയിട്ടുണ്ട്. ഐസ് റെക്കോർഡിംഗ് അല്ലേ? ഐസ് സേവ് ആക്കിയിട്ടുണ്ട്. കീപ്പർ കസൽസ് ആണ്, ബട്ട് ലോങ് റേഞ്ചിൽ വന്നാൽ വിടും, കൺഫേമാ. ഓക്കെ, മാത്യൂസ് നൈസ് ക്ലിയറൻസ്. മറഡോണ ഓക്കെ, ത്രൂ കൊടുത്ത ലോങ് ആവോ? ഓ കൊടുക്കടാ മറഡോണ. ഓക്കെ, റിസപ്ഷൻ ബൈ ബക്കംബോ. ഗൈസ് ത്രോ ആണ്. ഫോർമേഷൻ ഇട്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമേഷൻ എടുത്തത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കിളിന് ഒപ്പോണ്ട് വന്നു. എന്ത് ചെയ്യുക, കളിക്കുക. നമുക്ക് പിന്നെ വലിയ ഡിവിഷനൊന്നും ഇല്ലല്ലോ. അവിടെ ഓരോ ടേണാണ് ഈ എന്താ കുബറിന് പ്ലെയറെ ടേൺ നൈസാണ്. സെൻറ്റർ ബാക്ക് അല്ല, അടിച്ച ഗോളാ. ഓ ഗൈസ്, പൂണൊക്കെ കൊണ്ട് ഫിസിക്കലി ഒരു രക്ഷയില്ല കേട്ടോ. അതാണ് മീൻസ് പവർ കൂടിയ പ്ലേസിനല്ലേ പവർ ഉണ്ടാവും. മറഡോണ ഓക്കെ, നമുക്ക് ടേൺ എടുക്കാൻ നോക്കുന്നുണ്ട്, ബട്ട് നടക്കണില്ല, ഫിസിക്കില്ല. റോഡ്രി ടു മറഡോണ. ഓക്കെ, നമുക്ക് സ്കില്ലിടണ്ടില്ല. ഈ സ്കില്ലിടാൻ ഓട്ടോമാറ്റിക് വരികയാണേ. സ്കില്ലിട്ടാൽ നമുക്ക് ഫ്രണ്ടിൽ സ്പേസായി, നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് സ്റ്റെൻ ഷോട്ട് അടിച്ച് ഫിനിഷ് ചെയ്യാം. കമവിങ്ക ഗൈസ്, നമ്മളിപ്പോൾ ഫുൾ കളി ഇതാണ്. പന്ത് കിട്ടിയാൽ ഓടുക, പാസ് കൊടുത്താൽ പെട്ടെന്ന് ഇന്റർസെപ്ഷൻ ചെയ്യാണ്. ക്രോസ് ഗോൾ. ഓക്കെ, ബാക്ക് സീനാണ്. ഛേത്രി ടേണ് നൈസ്. ഗൈസ് ഗോളാവുക. റുമിനിങ് ലോങ് റേഞ്ചിൽ നിന്ന് അടിച്ചോണ്ട് കുഴപ്പമില്ല. മുന്നിലേക്ക് കയറിപ്പോയി കാണെങ്കിൽ ഷുവർ ഗോളായിരുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് അടിച്ചാലും ഗോളാവും. നല്ല പവറിലെ പ്ലേയേഴ്സ് അല്ലേ. അടി സെൻറ്റർ കണ്ട് കഴിച്ചിലായി. മാത്യൂസ്, അതിൻ്റെ കോർണർ ഫുൾ മാത്യൂസിനാണല്ലോ. ഫസ്റ്റ് ഗോൾ പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. കോർണറിന് ഗോൾ അടിക്കുന്നു.
1-0. നമുക്ക് അടിക്കണ്ടേ സണ്ണിയു. കിമ്മിച്ച് ഗൈസിൻ്റെ അലക്സാണ്ടർ ആർണോൾഡ് റെഡ് കാർഡ് ഇട്ടി പുറത്ത്. അതപ്പോൾ കിമ്മിച്ചൊക്കെ പന്ത് കിട്ടണില്ല. മെസ്സി ഓ ഗൈസ് ത്രൂ നോക്കാം. ഇതാണ് പറഞ്ഞത്. ആ മെസ്സിനെ പറയട്ടെ, എത്ര 108 105 റേറ്റിംഗ് ഇല്ല മെസ്സിയാണ്. മെസ്സിക്ക് നല്ല കേളാട്ടോ. പിന്നെ അതേമാതിരി ഫിസിക്കും കുഴപ്പമില്ല. മാത്യൂസ് ഇവൻ്റെ ക്രോസ് പോയ ഗോളാണ്. അത് ഹൈറ്റിലെ പ്ലേയേഴ്സാണ് സെൻറ്ററിലുള്ളത്. അപ്പോൾ ബാക്കിലും ഒരു സെൻറ്റർ ബാക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഫിസിക്കും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ അവൻ്റെ ടീം പെട ടീം. 3223 43 അങ്ങനെ എന്താണ് അവൻ്റെത്. പൈസ എംബാബൊക്കെ പോണു. പക്ഷെ നമുക്കൊന്നും കളി നടക്കണില്ല. എന്ത് പറ്റി? ഒരു അറ്റാക്ക് അങ്ങോട്ട് പോകണ്ടേ? ആകെ ഒരു ഹെഡാ പോയിക്കണേ. മറഡോണ സൺ മിസ് പാസ്. ഇതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പുതിയ ഫോർമേഷൻ പക്ഷേ അത് ട്രൈ ചെയ്യേണ്ടതാണ് അറിയില്ല കേട്ടോ. സണ്ണാണ് ത്രൂ കൊടുക്കും വച്ചു. ടോറസ് ഓ ലെറ്റ്സ് ഗോ. അതിൻ്റെ സെൻറ്റർ ബാക്ക് അഥവാ സെൻറ്റർ ബാക്ക് ഫ്രണ്ടിലേക്ക് കയറിയത് കൊണ്ട് കറക്റ്റ് ടൈമിൽ ടോറസ് ഫ്രണ്ടിലേക്ക് മൂവ് ആയത് കൊണ്ട് മാത്രമാണിത് ഗോളായത്. ഇൻ കേസ് ഇടയ്ക്ക് ടോറസിൻ്റെ പ്രത്യേകത ഉണ്ട്. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് പോവുക ബാക്ക് ഇറങ്ങുക, അപ്പോൾ നമുക്ക് ഓഫ് സൈഡ് ട്രാപ്പ് ആവും. എന്തോ പറഞ്ഞാൽ നോക്കിയും കറക്റ്റാണ്. എൻ്റെ സെൻറ്റർ ബാക്ക് കയറിയതും ടോറസ് വന്ന് പന്തെടുത്തു. അവൻ കീപ്പറിന് വലിച്ചു. ബട്ട് എന്നാലും ഗോളായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. 1-1 ആണ് ഗൈസ്. നമ്മൾ വാങ്ങും ഒരൊറ്റ ഷോട്ട്, ഒപ്പോണൻ്റെ 3 ഷോട്ടുള്ളൂ കേട്ടോ. അപ്പോൾ യാ ഒരു ഷോട്ടിൽ ഒരു ഗോള്. ഒപ്പോണൻ്റെ 3 ഷോട്ട് 3 പോസ്റ്റിംഗ് ആണ്. ബട്ട് ഒരു ഗോളായത്. ഒപ്പോണൻ്റെ പേരെന്താ ഗെറ്റ് ഗോയിങ്ങോ. അപ്പോൾ ഇത് ഗൈസ് നമുക്ക് ആരെ ഇറക്കുക? ആഞ്ചലോ മെസ്സി ഗൈസ്. നമ്മുടെ സ്ട്രെങ്ത് 3042 ക്ലൈവേർട്ടിൻ്റെ അടി അത് മുതലാണ്. പക്ഷെ ഫിസിക്കലില്ല. ഫിസിക്കലും പാടുണ്ടെങ്കിൽ മാർഡോണിൻ്റെ അത്ര ഫിസിക്കൽ ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആവും ക്ലൈവേർട്ട്. ഡ്രോഗ്ബ ക്ലൈവേർട്ട് ടു മറഡോണ. ഡ്രോഗ്ബ ഷൂട്ട് ചെയ്യണം കരുതി, പിന്നെ പാസ് എടുത്തു. മറഡോണ എടുത്തിട്ടുണ്ട്. റോഡ്രി ഓക്കെ. കിമ്മിച്ച് ഓക്കെ നൈസ്. നടക്കണില്ല. ഹൈറ്റിലെ പ്ലെയർ ആണല്ലോ. നമ്മളെ പറഞ്ഞ ക്ലൈവേർട്ടൊക്കെ അല്ലേ, ഹൈറ്റ് കമ്മിയല്ലേ. അത് ഇപ്പോഴാട്ടോ. ഇത് റൂമിനിങ് ആണ്. ത്രോ എംബാപ്പെ മെസ്സി ബ്ലോക്ക് കിട്ടണമെന്ന് അല്ലേ. ഇപ്പോൾ ക്ലോസ് ആയിട്ട് ഇപ്പോൾ ആരൊക്കെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. അതിപ്പോൾ 1-1 ആണ്. ക്ലൈവേർട്ട് ഫസ്റ്റ് കൊടുക്കടാ. പന്ത് കിട്ടുന്നുണ്ട്. കമവിംഗ ക്ലൈവേർട്ട് മറഡോണ ഓക്കെ നൈസ് ടേൺ മറഡോണ. ഗായ്സ് ടേൺ നടക്കണില്ല. കിമ്മിച്ച് മറഡോണ ടു ഡ്രോഗ്ബ ടു ലയണൽ മെസ്സി ടു ഡ്രോഗ്ബ ക്ലൈവേർട്ട്. ലെറ്റ്സ് ഗോ സൂപ്പർ സബ് ക്ലൈവേർട്ട്. ലെറ്റ്സ് ഗോ. 2-1. എനിക്ക് തോന്നുന്നു സെലിബ്രേഷൻ ഇട്ടാൽ അവനെ അടിച്ചു തരും. നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ട് അവൻ്റെ ഈഗോ കമ്മിയാക്കാം. ഇതിനൊരു ടെക്നിക്കലി ഒരു മൂവിങ് ഉണ്ട്. ഞാനിപ്പോൾ ഒന്നാമത് എന്നെക്കാളും ഡബിൾ സ്ട്രെങ്ത് ഉള്ള ടീമാണ് അവൻ്റെത്. അപ്പോൾ സാധാരണ ഈഗോ കയറും. ഈഗോ ഹെഡ് കഴിഞ്ഞാൽ ഏതൊരു ബോയ്ക്കായാലും നല്ല രീതിക്ക് തിരിച്ചടി കിട്ടും. പ്രത്യേകിച്ച് എൻ്റെ ടീം നോക്കും, എൻ്റെ കളി നോക്കും. അതും പോലെ പുതിയ ഫോർമേഷൻ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോർമേഷനെ പറ്റി ഒരു ഐഡിയ ഇല്ല. മീൻസ് പ്ലേയേഴ്സ് എപ്പോൾ കയറും എപ്പോൾ ഇറങ്ങും നമുക്ക് ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് നമുക്ക് പൗസ് ചെയ്തിട്ട് ആളെ ഇറക്കണമെങ്കിൽ നമുക്ക് ഇറക്കാം. ജസ്റ്റ് നമുക്ക്
20 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. കമ്മിങ് പോട്ടെ. ഇതല്ല ജസ്റ്റ് പോസ് ചെയ്തല്ല, ആളാർക്കില്ലെങ്കിൽ മോശമല്ലേ. വൈസ് 2-1. 66 മിനിറ്റ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എത്ര ഉണ്ട്? 36 മിനിറ്റ് ഉണ്ട്, 35 മിനിറ്റ്. ഈ യമാലിനൊക്കെ ഇറക്കിട്ടോ മെസ്സിനെ കഴിഞ്ഞിട്ടില്ല. ക്ലൈവേർഡ് നമുക്കിനി മെല്ലെ ഹോൾഡ് ചെയ്ത് കളിക്കാം. ഓക്കെ, ബക്കാംബ്യോർ, മാസി അടിക്കരുത്, ജെറാർഡ് അടിച്ച ഗോളാ. ഓക്കെ നൈസ്. ഓക്കെ രക്ഷപ്പെട്ടു. ക്ലിയറൻസ് ഫ്രമോ എന്താ പറയണേ. പെഡ്രി ടു ഡ്രോഗ്ബ ടു മറഡോണ. ഓക്കെ മിസ് പാസ് ആണ്. എംബാപ്പെ ടു റൂമിനി. ഓക്കെ ഇന്റർസെപ്ഷൻ. മെസ്സി ടു മറഡോണ. മെസ്സിന് നല്ലൊരു ത്രൂ ആണ്, ബട്ട് എടുത്തു പോയി. ഓക്കെ ഇന്റർസെപ്ഷൻ ആണ്. ഒപ്പമുണ്ട് ഗൈസ്. റൂമിനിങ് ഒക്കെ സീനി ഗൈസ്. ഇത് യമാൽ കേരള ബോക്സ് കയറി എന്തിനൊക്കെ കാട്ടടാ. അടിച്ചിട്ടുണ്ട്, അത് മതി. ഈ നോട്ടിഫിക്കേഷൻ. ഡ്രോഗ്ബ മാസി ഗൈസ് 52 മിനിറ്റ് ആയി. നമുക്ക് മൂന്നാമത് കൂടെ പറ്റുമോ? ഓക്കെ ഡ്രോഗ്ബ ഇടിക്കടാ. ഇന്റർസെപ്ഷൻ ആണ്. സാബി അലോൻസോ ഒരുത്തനെ അവിടെ കടത്തിയിട്ടുണ്ട്. ലയണൽ മെസ്സി കൊന്നുവനെ. അല്ലപ്പോൾ എന്താ ചെയ്യുക? റെഡ് കാർഡ്. അല്ലപ്പോൾ എന്താ നമ്മളോട് ചെയ്യുക? അവൻ ഫ്രണ്ട് കയറി കഴിഞ്ഞാൽ ഗോളാവും. മീൻസ് ഒന്നാമത്തെ ടൈം കുറച്ചുള്ളൂ. ഗോളായി കഴിഞ്ഞാൽ സമയത്ത് നമ്മൾ ഇല്ലാണ്ടാവൂലേ. അപ്പം അവൻ്റെ കാലെടുത്തു. ജെറാർഡ്, എംബാപ്പെ, ഡ്രോഗ്ബ ടു മാറഡോണ. എന്തിനാ ഡബിൾ അടിച്ചിടുമ്പോൾ എന്തിനാ ഈ കറങ്ങണ എന്തിനാണ്? കിമിച്ച് മറഡോണ. ആടാ എന്ത് പാസ്സാണ് അതൊക്കെ. റോഡ്രി, ഡ്രോഗ്ബ, പെഡ്രി അഗെയിൻ മറഡോണ. പേരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുന്നുണ്ട്. നമുക്ക് ടൈം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ രണ്ടാൾ നമ്മൾ ടേൺ ചെയ്തു. ലെറ്റ്സ് ഗോ. 2-1 ജയിച്ചു. സംഭവം കളി അലമ്പ് കളിയാണെങ്കിലും നമ്മൾ ജയിച്ചിട്ടുണ്ട്. അത് എന്തോ ഭാഗ്യത്തിനാണ് തട്ടിമുട്ടി അവസാനം അവൻ്റെ പുറത്തേക്കുള്ള അടി തട്ടിമുട്ടി ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഫോർമേഷൻ ഇത് കളിച്ചിട്ടൊന്ന് റിവ്യൂ പറഞ്ഞാൽ പോരാ. ഇനി ഒരു 3-4 കളിക്കണം, എന്നിട്ട് വേണം ഫോർമേഷൻ പറയാൻ, മീൻസ് റിവ്യൂ പറയാൻ. അപ്പോൾ കഴിച്ച് മറ്റുള്ള വീഡിയോസ് വേണം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക.